ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തുണികൾ എങ്ങനെയാണ് എളുപ്പത്തിൽ മടക്കുക, അതായത് സ്പേസ് സേവ് ചെയ്തിട്ട് തുണികൾ മടക്കി വെക്കുക. നമ്മളിപ്പോൾ യാത്രക്കൊക്കെ പോകുമ്പോൾ ട്രാവൽ ബാഗൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തുണികളൊക്കെ മടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് സേവ് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്ത് വെക്കാനും പറ്റും. അത് വീട്ടിലായാലും നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതേ രീതിയിൽ നല്ല മടക്കി വെക്കാനും പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ തുണികൾ അന്വേഷിച്ച് നടക്കുന്ന ടൈം സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ സൽവാർ ഫോൾഡ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഫുള്ളായി ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം നേർപകുതിയായിട്ട് നമുക്ക് മടക്കി കൊടുക്കാം. അതിന് ശേഷം കൈഭാഗം ഇതേ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്തത് ബോട്ടം എടുക്കാം. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് നേർപകുതിയായി മടക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതും എടുത്തൊന്ന് മാറ്റി വെക്കാം. അടുത്തത് ഷോളാണ് മടക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വീതിയുള്ള ബോട്ടാണെങ്കിലും ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് സൈഡ് ഫോൾഡ് ചെയ്തിട്ട് മടക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഷോൾ എടുക്കുമ്പോൾ ഷോള് ഞാൻ നേർപകുതിയായിട്ടാണ് മടക്കുന്നത്. കണ്ടോ, ഇതേ രീതിയിൽ മടക്കിയെടുക്കുക. അതിനുശേഷം ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുക്കുക. കുറച്ച് ചെറുതായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഈ മടക്ക് ഭാഗം താഴെ വരുന്ന വിധത്തിൽ ഒന്ന് തിരിച്ചിടുക. കണ്ടോ, ഇപ്പം മടക്കുള്ള ഭാഗം താഴെയാണ് വന്നിരിക്കുന്നത് നമ്മൾ തിരിച്ചിട്ടപ്പോൾ. ഇനി ഇതേ രീതിയിൽ രണ്ട് സൈഡും മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മടക്കി വെച്ച ടോപ്പും ബോട്ടവും ഇതിൻ്റെ മേലെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടോപ്പും ബോട്ടും മടക്കിയതിനേൽ കുറച്ചും കൂടെ വീതിയിലായിരിക്കണം ഷോള് മടക്കേണ്ടത്. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് റോൾ ചെയ്ത് കൊണ്ടുവരാം. ഇത് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരു മടക്ക് കാണാൻ പറ്റും. നമുക്ക് നേരത്തെ നമ്മൾ താഴേക്ക് മടക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ മടക്ക് ഇതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഇതേ രീതിയിൽ പാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനും അതുപോലെ എടുത്ത് യൂസ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കുള്ളൂ. ഇനി അടുത്തതായിട്ട് നൈറ്റ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് ഡെയിലി വെയേഴ്സ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ടോപ്പ് എടുത്തിട്ട് നമ്മൾ താഴെയുള്ള ഭാഗം ഒന്ന് പുറത്തേക്ക് കുറച്ച് മടക്കി വെച്ച് കൊടുക്കുക. അകത്തോട്ടല്ല, പുറത്തേക്കാണ് മടക്കി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും ഒരേ രീതിയിൽ മടക്കി കൊടുക്കുക. ഇനി നമുക്ക് എത്രത്തോളം ചെറുത് വേണോ ആ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. പിന്നെ തീരെ അഴിഞ്ഞൊന്നും പോകില്ല. നമ്മൾക്ക് യാത്രക്ക് കൊണ്ടുപോകാനൊക്കെ നല്ല എളുപ്പമായിരിക്കും.
ഇനി അടുത്തതായിട്ട് സോക്സ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സോക്സ് എപ്പോഴും നമ്മൾ പെയറായിട്ട് തന്നെ ഇരിക്കണം. അതൊന്ന് മിസ്സായാൽ പിന്നെ മറ്റേത് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പല രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു സോക്സിൻ്റെ ഓപ്പൺ ചെയ്ത ഭാഗത്തേക്ക് എടുത്ത് നമ്മൾ ഇതെല്ലാം കൂടെ അകത്തേക്കാക്കി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഈ രീതിയിലും ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം മറ്റേ സോക്സിൻ്റെ ഓപ്പൺ ചെയ്ത ഭാഗത്ത് കണ്ടോ തിരിച്ചിട്ട് കൊടുക്കണം അകത്തേക്കാക്കിയിട്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻസ് എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണുന്നവർക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.